ഇന്നത്തെ ആരാധനയ്ക്കായി എല്ലാവരെയും സ്നേഹപുരസരം സ്വാഗതം ചെയ്യുന്നു. ഇതിൽ പങ്കുചേരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയ്ക്കായി കർത്താവിൻ്റെ ശുശ്രൂഷാക്രമത്തിൽ അപ്പം വാഴ്ത്തൽ ഭാഗം ഒഴിച്ച് ചില ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ദയവായി എല്ലാവരും സഹകരിക്കുക. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നമുക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നമ്മുടെ ദൈവമായോട് അടുക്കലേക്ക് തിരിവിൻ. അവിടുന്ന് കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയമുള്ളവനല്ലോ. അവിടുന്ന് അനർത്ഥത്തെ കുറിച്ച് അനുദപിക്കും. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും അങ്ങയിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവല്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ അവിടത്തെ പൂർണ്ണമായി സ്നേഹിപ്പാനും അവിടുത്തെ പരിശുദ്ധനാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരനായ പ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലേ കേൾക്കാം. നമ്മുടെ ദൈവമായ കർത്താവേ കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിന് നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തെ അതിനോട് സമം. അതാ നിന്റെ കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറെ കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകലനായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കൃപയുണ്ടായി ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വണക്കണമേ. പ്രിയമുള്ളവരെ, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ ദൈവം നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നുവെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ പാപങ്ങളെ കുറിച്ച് നേരായും താല്പര്യമായും മാനസാന്തരപ്പെട്ട് നമ്മുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്ന് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും മേലാൽ അവന്റെ വിശുദ്ധ വഴികൾ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നമ്മൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ദൈവത്തോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറവിൻ. യഹോവ
നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്ക് ഞങ്ങളുടെ അയൽക്കാർക്കും വിരോധമായി പാപം ചെയ്തിരിക്കുന്നു എന്ന് ഏറ്റു പറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ല ഇരുട്ടിലത്രേ നടന്നിരിക്കുന്നത്. ഞങ്ങൾ കർത്താവിന് നാം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങൾ അനീതി വിട്ടകന്നിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശു ക്രിസ്തുവിനത്തെ ഞങ്ങളുടെ സകല പാവങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാ ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളെ മനോസാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരോട് ഹൃദയമുദ്രം ക്ഷമിപ്പാൻ തക്ക പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തിന്റെ മഹത്വത്തിന് ജീവന്റെ പുതുക്കത്തിൽ മേലാൽ നിന്നെ സേവിപ്പാൻ ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവര് എല്ലാവരും എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, ഞാൻ അവരെ ആശ്വസിപ്പിക്കും. ക്രിസ്തേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരർ ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമ്മോട് കരുണയുണ്ടായി നമ്മുടെ സകല പാവങ്ങളും ക്ഷമിച്ച് അവയിൽ നമ്മെ വിടുവിച്ച് സകല നന്മയിൽ ഉറപ്പിച്ച് ബലപ്പെടുത്തി നമ്മെ നിത്യജീവങ്കിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ആമേൻ. ദൈവമേ, അങ്ങേക്ക് സ്തോത്രം. ദൈവവചന ശുശ്രൂഷ കർത്താവ് നമ്മോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തേക്കുള്ള പ്രത്യേക പ്രാർത്ഥന, തേർഡ് സൺഡേ ഇൻ ലെന്റ്, പെർസിസ്റ്റൻസ് ഇൻ പ്രയർ, നിർബന്ധിക്കുന്ന പ്രാർത്ഥന. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, വിശ്വാസത്തോടും നിഷ്ഠയോടും ഏതവസ്ഥയിലും അങ്ങയോട് പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നവർ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. കരയുന്ന മനുഷ്യരുടെ വേദനയും അവിടെ യാചനയും നൊമ്പരങ്ങളും മനസ്സിലാക്കി കർത്താവെ അവർക്ക് തക്ക മറുപടി കൊടുക്കുന്നതിനായി, അനുഗ്രഹം പകരുന്നതിനായി നന്ദിയോടുകൂടി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. യാചന കേൾക്കുന്നതിൽ അങ്ങേക്ക് മുഖപക്ഷമില്ലാത്തതിനാലും എല്ലാവരുടെയും യാചന കേൾക്കുന്നതിനാലും വിശ്വാസത്തോടുകൂടി അങ്ങയെ സമീപിക്കുന്നവരെ അനുഗ്രഹത്തോടുകൂടി അയക്കുന്നതിനാലും ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇന്നത്തെ ചിന്തകൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ചെന്നെത്തുവാനും ഞങ്ങളെ മനസ്സുകളെ ഉണർത്തുവാനും അന്തരാത്മാക്കൾക്ക് ശക്തി ലഭിക്കാനും സഹായിക്കണമെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടുകൂടി കേൾക്കണമേ. ആമേൻ. ഇന്ന കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമ വേദഭാഗം 2 രാജാക്കന്മാർ 20-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ദൈവവചനങ്ങളെ കേൾക്കും. 2 Kings chapters 20 verses 1 to 11. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്കിയാവിന് മുഖം ചുമരിന്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവ് നടുമുറ്റം വിട്ട് പോകുന്നതിന് മുമ്പേ അവൻ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, നീ മടങ്ങിച്ചെന്ന് എന്റെ ജനത്തിന്റെ പ്രഭുവായ ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും.
ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. എൻ്റെ നിമിത്തവും എൻ്റെ ദാസനായ ദാവീദിൻ്റെ നിമിത്തവും ഈ നഗരം ഞാൻ കാത്തുരക്ഷിക്കും. പിന്നെ യെശയ്യാവ് ഒരു അത്തിപ്പഴക്കട്ട കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അവൻ അത് കൊണ്ടുവന്നു പരുവിന്മേൽ ഇട്ട് അവന് സൗഖ്യമായി. ഹിസ്കിയാവ് യെശയ്യാവോട്, യഹോവ എന്നെ സൗഖ്യമാക്കുകയും ഞാൻ 3-ാം ദിവസം യഹോവയുടെ ആലയത്തിൽ പോകുകയും ചെയ്യുമെന്നതിന് അടയാളം എന്ത് എന്ന് ചോദിച്ചു. അതിന് യെശയ്യാവ്, യഹോവ അരുളി ചെയ്ത കാര്യം നിവർത്തിക്കുമെന്നുള്ളതിന് യഹോവയിൽ നിന്ന് ഇത് നിനക്ക് അടയാളമാകും. നിഴൽ 10 പടി മുമ്പോട്ട് പോകണമേ, 10 പടി പിന്നോക്കം തിരിയണമോ എന്ന് ചോദിച്ചു. അതിന് ഹിസ്കിയാവ്, നിഴൽ 10 പടി ഇറങ്ങിപ്പോകുന്നത് എളുപ്പമാകുന്നു, അങ്ങനെയല്ല, നിഴൽ 10 പടി പിന്നോക്കം തിരിയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ യെശയ്യാ പ്രവാചകൻ യഹോവയോട് വിളിച്ചപേക്ഷിച്ചു. അവൻ ആഹാസിന്റെ സൂര്യഘടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന നിഴലിനെ 10 പടി പിന്നോക്കം തിരിയുമാറാക്കി. ഇവിടെ 1-ാം വേദഭാഗം വായിച്ചവസാനിക്കുന്നു. Let us read Psalm 116 responsibly. Psalm 116. I love the Lord, for he heard my voice. He heard my cry for mercy. Because he turned his ear to me, I will call on him as long as I live. The cords of death entangled me. The anguish of the grave came over me. I was overcome by distress and sorrow. Then I called on the name of the Lord. Lord, save me. The Lord is gracious and righteous. Our God is full of compassion. The Lord protects the unwary. When I was brought low, he saved me. Return to your rest, my soul, for the Lord has been good to you. For you, Lord, have delivered me from death, my eyes from tears, my feet from stumbling. That I may walk before the Lord in the land of the living. I trusted in the Lord when I said, I am greatly afflicted. In my alarm I said, everyone is a liar. What shall I return to the Lord for all his goodness to me? I will lift up the cup of salvation and call on the name of the Lord. I will fulfill my vows to the Lord in the presence of all his people. Precious in the sight of the Lord is the death of his faithful servants. Truly I am your servant, Lord. I serve you just as my mother did. You have freed me from my chains. I will sacrifice a thank offering to you and call on the name of the Lord. I will fulfill my vows to the Lord in the presence of all his people. Let us read together. In the courts of the house of the Lord, in your midst, Jerusalem, praise the Lord. Glory be to the Father, to the Son, and to the Holy Spirit. As it was in the beginning, now and ever shall be, world without end. Amen. രണ്ടാം പാഠഭാഗമായി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിയർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 5 വേഴ്സസ് 12 to 22. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവരുടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു. തമ്മിൽ സമാധാനമായിരിപ്പീൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പീൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവേൻ, ബലഹീനരെ താങ്ങുവേൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പീൻ. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവേൻ. തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിപ്പീൻ. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ആത്മാവിനെ കെടുക്കരുത്, പ്രയോജനം തുച്ഛീകരിക്കരുത്. സകലവും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ. സകലവിധ ദോഷവും വിട്ടകലുവീൻ. ഇങ്ങനെ 2-ാം പാഠം വായിച്ചു. ഇന്നത്തെ ഈ വായിപ്പാനുള്ള സുവിശേഷം മാർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള ദൈവവചനം കേൾപ്പിൻ. അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് സീദോന്റെയും സോരിന്റെയും അതിർനാട്ടിൽ ചെന്ന് ഒരു വീട്ടിൽ കടന്നു. ആരും അറിയരുത് എന്ന് ഇച്ഛിച്ചു, എങ്കിലും മറഞ്ഞിരിപ്പാൻ സാധിച്ചില്ല. അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ മകൾ ഉള്ള സ്ത്രീ അവന്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവന്റെ കാൽക്കൽ വീണു. അവൾ സുറഫോനിക്കയുടെ ജാതിയിലുള്ള ഒരു യവന സ്ത്രീ ആയിരുന്നു.
തൻ്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു. യേശു അവളോട്, മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മകളുടെ അപ്പം എടുത്ത് ചെറുനായ്ക്കൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞു. അവൾ അവനോട്, അതേ കർത്താവേ, ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴെ കുട്ടികളുടെ അപ്പം നുറുക്കുകളെ തിന്നുന്നുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവളോട്, ഈ വാക്ക് നിമിത്തം പൊയ്ക്കൊള്ളുക, ഭൂതം നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ വീട്ടിൽ വന്നാറെ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു. ഇതോടെ ഇവിടെ വേദപാഠം അവസാനം. ഇന്നത്തേക്കുള്ള പ്രത്യേക പ്രാർത്ഥനകൾ. ബർത്ത്ഡേസ്: മിസ്സിസ് ജാക്വലിൻ പി ടി, ബീന പി ഡാനിയൽ, കരോളിൻ റോസ്റ്റിൻ, ജോൺസൺ ദിനേശ്, ഷാജി പോൾ. ജാക്വലിൻ പി ടി, ബീന പി ഡാനിയൽ, കരോളിൻ റോസ്റ്റിൻ, ജെൻസൺ ദിനേശ്, ഷാജി പോൾ. പ്രിയപ്പെട്ടവരെ, ദിവസനിൽ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, ജീവൻ അവിടുത്തെ ദാനമാണ്, ജീവൻ അങ്ങയുടെ വകയാണ്, ഞങ്ങളുടെ ജീവശ്വാസം അങ്ങ് നൽകിയതാണ്, ഞങ്ങളുടെ ജീവന്റെ നിലനിൽപ്പ് അവിടുത്തെ കൃപയാണ്. ഓരോ ദിവസവും അങ്ങ് നൽകുന്ന നല്ല ദാനങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. പ്രത്യേക പുതിയ വർഷത്തിൽ പ്രവേശിച്ചിരിക്കുന്ന അവിടുത്തെ മക്കളുടെ മേൽ അവിടുത്തെ കൃപയുടെയും കരുണയുടെയും ആത്മാവിനെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ നന്ദി അർപ്പിക്കുന്നവരെ ഓർക്കുന്നു. ദൈവം സൗഖ്യം നൽകിയതിന് ഓർത്ത് കർത്താവെ അങ്ങേക്ക് സ്തുതി, സ്തോത്രം. ഇവ അർപ്പിക്കുന്നവരെയും കരുണയുള്ള കരത്തിലേക്ക് ഞങ്ങൾ തരുന്നു. വീണ്ടും ആവശ്യങ്ങളിലിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവെ, അങ്ങ് അനുഗ്രഹിക്കുകയും ആശ്രദിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകം ഞങ്ങളുടെ ആരാധനാ സ്ഥലത്ത് ഇപ്പോൾ ഞങ്ങൾക്ക് പ്രവേശിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ അതാത് ഭവനങ്ങളിൽ വെച്ച് നടത്തുന്ന തിരുവത്താഴ ശുശ്രൂഷകളിൽ കർത്താവിന്റെ കൃപയും അനുഗ്രഹവും പകരണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ആദ്യ നൂറ്റാണ്ടിൽ ഭവനങ്ങളിൽ വെച്ച് നടക്കാൻ സാഹചര്യം ഇല്ലാത്ത ഇടങ്ങളിൽ കർത്താവെ പുറലോകത്തിലും പുറത്തു വെച്ചും ഒക്കെ ഈ ശുശ്രൂഷ തടസ്സം കൂടാതെ നടന്നു എന്ന് ഞങ്ങൾ ഓർക്കുന്നു. കൂടി വന്നിടത്തൊക്കെയും ഒരപ്പം നുറുക്കി ദൈവത്തിന് സ്തോത്രം. ഞങ്ങളോട് കൂടെ ഇരിക്കണമേ, വിശ്വാസത്തിൽ ശക്തിപ്പെടുത്തണമേ, ഞങ്ങൾ ചിതറിപ്പോകരുതേ, വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ഒരുമിച്ച് നിൽപ്പാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, ഈ പകർച്ച വ്യാധി ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുന്ന, പലയിടത്തും പടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, ഭീതിയുടെ മധ്യത്തിൽ അവിടുത്തെ ആശ്വാസവും കൃപയും ഞങ്ങൾക്ക് എല്ലാവർക്കും ലോകത്തിൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. Oh,
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തിരുവചനം കേൾക്കുവാനായി ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്നു. കർത്താവെ, ഏതാത്മാവിന് എഴുതപ്പെട്ടുവോ, ഏതാത്മാവിനാൽ ഉച്ചരിച്ചുവോ, ഏതാത്മാവിൻ്റെ വ്യാപാര ശക്തിയാൽ മറ്റുള്ളവരിലേക്ക് ഈ ദൈവത്തിൻ്റെ വചനം പകർന്നു കൊടുത്തോ, അതേ ആത്മാവിനാൽ അങ്ങ് പ്രവർത്തിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങളും കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിനും ദൈവത്തിൻ്റെ ആത്മാവിനും തനിയെ പ്രവർത്തിക്കുവാനുള്ള ശക്തി ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവം തന്നെയാണ് വചനം. ദൈവത്തിന് സ്തോത്രം പറയുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യണമേ. ക്രൂശിൻ്റെ മറവിൽ അടിയനെ നിർത്തിക്കൊള്ളണമേ. വിശ്വാസത്താൽ, വിശ്വാസ കണ്ണുകൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന എല്ലാവരെയും അടിയൻ കാണുന്നു. കർത്താവേ, ദൈവത്തിന് സ്തോത്രം. എല്ലാവരെയും ആസ്വദിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പെർസിസ്റ്റൻസ് ഇൻ പ്രയർ. പ്രാർത്ഥനയെക്കുറിച്ച് നമുക്കെല്ലാവർക്കും വളരെ വിശാലമായ അർത്ഥത്തിൽ അറിയാം. അതിൻ്റെ ഡെഫിനിഷനെ കുറിച്ച് ചിന്തിക്കുവാനായി പോകുന്നില്ല. എന്നാൽ തന്നിട്ടുള്ള വേദഭാഗങ്ങളിൽ നിന്ന് ഈ സബ്ജക്റ്റ് പെർസിസ്റ്റൻസ് ഇൻ പ്രയർ, ഈ വിഷയം നമുക്ക് ധ്യാനിക്കുവാനായി ശ്രമിക്കാം. പ്രത്യേകിച്ച് സുവിശേഷ വേദഭാഗത്തിൽ തന്നിരിക്കുന്ന ഭാഗം അല്പം വിശാലമായി പഠിക്കുവാനായി നമുക്ക് ശ്രമിക്കാം. നിഷ്ഠയുള്ള പ്രാർത്ഥന, നിർബന്ധ ബുദ്ധിയുള്ള പ്രാർത്ഥന, ശാഠ്യമുള്ള പ്രാർത്ഥന, ചിരസ്ഥായിയായ പ്രാർത്ഥന, മടുത്തുപോകാത്ത പ്രാർത്ഥന എന്നൊക്കെ ഈ വിഷയം നാം കേൾക്കുമ്പോൾ ഈ ചിന്തയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ദൈവം മനുഷ്യന് കൊടുത്തിട്ടുള്ള ഒരു സിദ്ധിയാണ്, ഒരു അനുഗ്രഹമാണ് പ്രാർത്ഥന. അത് തുടരണമെന്നും ദൈവം ഈ മനുഷ്യൻ ദൈവത്തെ ആദരിച്ച് പ്രാർത്ഥിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ഇന്നത്തെ തെസ്സലോനിക്ക ലേഖനം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 12 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ സഭ പിന്തുടരേണ്ട സാത്മാർഗ്യതയെക്കുറിച്ച് പൗലോസ് ഉപദേശിക്കുമ്പോൾ പ്രാർത്ഥനയെക്കുറിച്ചുള്ള നിർദ്ദേശം വളരെ ശ്രദ്ധേയമാണ്. 17-ാം വാക്യത്തിൽ പ്രേ വിത്തൗട്ട് സീസിങ്, ഇടവിടാതെ പ്രാർത്ഥിക്കുക. അടുത്ത വാക്യത്തിൽ 18-ാം വാക്യത്തിൽ ഗീവ് താങ്ക്സ് ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ് ഫോർ ദിസ് ഈസ് ദ വിൽ ഓഫ് ഗാഡ്. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവ ഇഷ്ടം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്തുമാത്രം വലുതാണെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അത് ശ്വാസം പോലെയാണ്, അത് മനുഷ്യന് ഊർജം നൽകുന്ന ഒരു അവസ്ഥയാണ് എന്ന് നാം ഗ്രഹിക്കണം. ഇന്നത്തെ സങ്കീർത്തനത്തിൽ 116-ാം സങ്കീർത്തനത്തിൽ പ്രാർത്ഥനയെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സങ്കീർത്തനത്തെ താങ്ക്സ് ഗിവിംഗ് ഫോർ ഡെലിവറൻസ് ഫ്രം ദ ഡെത്ത്. ഇസ്രായേൽ ജനം ബാബിലോണിയൻ ക്യാപ്റ്റിവിറ്റിയിൽ നിന്ന്
തിരിച്ചു വന്നപ്പോൾ എഴുതിയ ഒരു സംഗീതമാണ് പ്രസ്തുത സങ്കീർത്തനം. എഴുത്തുകാരൻ ആരാണെന്ന് വ്യക്തതയില്ല എങ്കിലും ഇതിൻ്റെ ഗുണപാഠങ്ങൾ എന്താണെന്ന് വളരെ വ്യക്തതയുണ്ട്. ഇവിടെ സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയിൽ ശപഥം ചെയ്യുകയാണ്. എന്താണ് ഈ ശബ്ദം? Therefore I will call on him as long as I live. എൻ്റെ ജീവകാലമൊക്കെയും ദൈവത്തെ വിളിച്ചപേക്ഷിക്കും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ധാരാളം കാര്യങ്ങൾ അവിടെ ഉണ്ട്. നമ്മൾ വായിക്കുമ്പോൾ 12-13 വാക്യങ്ങൾ വായിക്കുമ്പോൾ, What shall I render to the Lord for all his benefits to me? I will lift up the cup of salvation and call the name of the Lord. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ഞാൻ അവനെന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. വീണ്ടും പറയുന്നു, I will offer you the sacrifice of thanksgiving. I will call on the name of the Lord. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ച് അപേക്ഷിക്കും. യാതിൻ്റെ മധ്യത്തിൽ, മരണപാശങ്ങളുടെ മധ്യത്തിൽ, പ്രാണവേദനയുടെ മധ്യത്തിൽ, വലിയ കഷ്ടത്തിൻ്റെയും സങ്കടത്തിൻ്റെയും പ്രാണഭയത്തിൻ്റെയും വീഴ്ചയുടെയും പരിഭ്രമത്തിൻ്റെയും മധ്യത്തിൽ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ എല്ലാ മധ്യത്തിലും അന്ത്യത്തോളം പെർസിസ്റ്റൻസ് ഇൻ പ്രയർ, അന്ത്യത്തോളം പ്രാർത്ഥനാ നിരതനായിരിക്കുമെന്ന് തീരുമാനമെടുക്കുന്നു. ഒരു പ്രാർത്ഥന നിഷ്ഠയുള്ള ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കുന്നു. ഈ തീരുമാനം 2, 13, 17 വാക്യങ്ങൾ ചിന്തിക്കുമ്പോൾ 3 പ്രാവശ്യം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നതായി നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നു. Therefore I will call on his name as long as I live. സങ്കീർത്തനത്തിന്റെ കൂടുതൽ ഭാഗങ്ങളും പ്രാർത്ഥനയെ കുറിച്ച് വിവരിക്കുന്ന പാട്ടുകളാണ്. അത് ശരിയായ രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാ സങ്കീർത്തനങ്ങളും വായിക്കുമ്പോഴും നമുക്ക് അത് കാണാനായിട്ട് സാധിക്കുന്നു. ഇന്നത്തെ പഴയ നിയമഭാഗത്തിലെ ഹിസ്കിയാവിന്റെ പ്രാർത്ഥനയുടെ സാഹചര്യം നമുക്ക് ചിന്തിക്കാം. ധാരാളം ഗുണപാഠങ്ങൾ നമുക്കതിൽ വായിക്കുവാനുണ്ട്. ഹിസ്കിയാവിന് 39 വയസ്സായപ്പോഴാണ് മരണകരമായ രോഗം, വ്രണം, പരു ബാധിച്ചത്, ബോയിൽ. ഈ അവസ്ഥയിൽ പ്രവാചകനായ യെശയ്യാവ് രോഗക്കിടക്കയ്ക്ക് അടുത്തു വന്ന് പ്രവചനം നടത്തുകയാണ്. എന്താണ് ഈ പ്രവചനം? Thus says the Lord, set your house in order, for you shall die and not live. നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കുകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഇത് കേട്ടപ്പോൾ തന്നെ ഈ രാജാവ് ചുവരിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്രതയോടും കൂടെ തിരുമുൻപിൽ നടന്നു, നിനക്ക് പ്രസാദകരമായത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞ് ഏറ്റവും കരഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. And then he turned his face toward the wall and prayed to the Lord, saying, Remember now, O Lord, I pray, how I have walked before you in truth and with loyal heart, and I have done what is good in your sight. And Hezekiah wept bitterly. ഏറ്റവും കരഞ്ഞു എന്ന് ആ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനേ സാധിക്കും. ദൈവം തൻ്റെ കരച്ചിൽ കേട്ടു. യെശയ്യാവ് പ്രവചനം നടത്തിയിട്ട് നടുമുറ്റത്തോട്ട് വിട്ടുപോയപ്പോൾ അവന് വീണ്ടും അരുളപ്പാടുണ്ടായി. 4-ാം വാക്യത്തിൽ അവൻ മടങ്ങി വന്നു. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. 5-ാം വാക്യത്തിൽ ഞാൻ നിന്റെ ആയുസ്സിനെ 15 സംവത്സരം കൂട്ടും. I have heard your prayer, I have seen your tears, surely I will heal you
and I will add your days 15 years. ഹിസ്കിയാവ് മരിച്ചത് 686 BC-യിലാണ്. 39-ാമത്തെ വയസ്സിലാണ് മരിച്ചു പോകുന്ന പ്രവചനം ഉണ്ടായത്. 15 വർഷം കൂടെ നീട്ടിക്കൊടുത്തു. 54-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു. പ്രതിസന്ധികൾ ചിലപ്പോൾ പ്രതികൂലമായി ബാധിക്കുമ്പോൾ നമ്മുടെ നിർബന്ധപൂർവമായ പ്രാർത്ഥന ദൈവം തീരുമാനം മാറ്റും. നമ്മൾ ദൈവത്തോട് പൂർണ്ണമായും പറ്റുമാനത്തിൽ ആശ്രയത്തിൽ വർത്തിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അങ്ങനെയുള്ള പ്രവൃത്തി ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നു. നിനവേലെ രാജാവും ജനങ്ങളും ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നിനവയെ നശിപ്പിക്കുവാനുള്ള തീരുമാനം ദൈവം മാറ്റി. നോഹയുടെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് അത് വായിക്കുവാനായി കഴിയുന്നു. യാക്കോബ് മരുഭൂമിയിൽ വെച്ച് ദൂതനോട് മല്ല് പിടിച്ചു. അവനിങ്ങനെ പ്രാർത്ഥിച്ചു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ഉൽപ്പത്തി പുസ്തകം 32:26. നെഹെമ്യാ 1:11 ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുൻപാകെ എനിക്ക് ദയ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കാനുള്ള പ്രേരക ശക്തി തരുന്നത് നമ്മുടെ ശക്തിയല്ല, ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കണ്ണുനീര് കണ്ട്, വേദന കണ്ട്, വേദനയോടുകൂടി ആ പ്രാർത്ഥന കേട്ടിട്ട് മറുപടി തരാതെ മാറിപ്പോകുന്നവനല്ല നമ്മുടെ കർത്താവെന്ന് നമ്മൾ ഓർത്തിരിക്കണം. ഞാനിത് പറയുമ്പോൾ നമ്മിൽ പലരുടെയും അനുഭവങ്ങൾ ഇത് ശരിയാണെന്ന് സ്ഥാപിക്കുവാനായി, സാക്ഷിക്കുവാനായി സാധിക്കും. പെർസിസ്റ്റൻസ് ഇൻ പ്രയർ എന്ന വിഷയത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള ഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഈ ഭാഗം മത്തായി സുവിശേഷം 15-ാം അധ്യായം 21 മുതൽ 25 വരെയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ലൂക്കോസിന്റെ സുവിശേഷം ഈ സംഭവം വിട്ടുകളഞ്ഞിരിക്കുന്നു. നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇതൊരു സംഭവകഥയായി മനസ്സിലാക്കാമെങ്കിലും ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വായ്പ് ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാ മനുഷ്യരും ഒരുപോലെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തിന്റെ അനുഭവം ഈ ഭാഗം വെളിപ്പെടുത്തുകയാണ്. മത്തായി രേഖപ്പെടുത്തുമ്പോൾ സീദോൻ സോർ എന്ന പ്രദേശത്ത് യേശു പോകുമ്പോൾ ഒരു കനാന്യ സ്ത്രീ വന്ന് പറയുന്നു, അപേക്ഷിക്കുന്നു എന്ന് രേഖപ്പെടുത്തുന്നു. മർക്കോസ് പറയുമ്പോൾ സോറിന്റെയും സിറോന്റെയും അതിർനാട്ടിൽ ഒരു വീട്ടിൽ കടന്നപ്പോൾ, അപ്പോ മത്തായി പറയുന്നത് പുറത്തും മർക്കോസ് പറയുന്നത് അകത്തും. സംഭവം ഒരുപോലെയാണ്. എഴുത്തുകളിൽ വ്യത്യസ്തത വന്നിരിക്കുന്നു, അല്പസ്വല്പ വ്യതിയാനങ്ങൾ വന്നിരിക്കുന്നു എന്ന് നാം ഗ്രഹിക്കുന്നു. മാത്രമല്ല മത്തായി പറയുമ്പോൾ ഒരു കനാന്യ സ്ത്രീ എന്നും മർക്കോസ് പറയുമ്പോൾ ഫെനീക്യ ജാതിയിലുള്ള ഒരു സ്ത്രീ എന്നും വ്യക്തമാക്കുന്നു. വന്ന കാരണം രണ്ടുപേരും പറയുന്നതൊന്നാണ്. കാരണം ഈ സ്ത്രീയുടെ കൊച്ചുമകളുടെ രോഗസൗഖ്യം, ഭൂതോപദ്രവത്തിൽ നിന്ന് വിടുതൽ ആണ് അവളുടെ വരവിന്റെ ലക്ഷ്യം. മത്തായി സുവിശേഷത്തിൽ പ്രത്യേകിച്ച് കർത്താവേ ദാവീദ് പുത്രാ എന്നോട് കരുണ തോന്നണമേ എന്റെ മകൾ ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന നിലവിളിയോടുകൂടി യേശു ക്രിസ്തുവിനെ സമീപിക്കുന്നു. വേദശാസ്ത്രത്തിന്റെ, പഴയ നിയമ വേദശാസ്ത്രത്തിന്റെ താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആ ചിന്തയും കൂടെ കൂട്ടിച്ചേർത്ത് യേശു ആരാണെന്ന് മനസ്സിലാക്കി വ്യക്തമായി അവൾ നിലവിളിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് വരുന്നു.
എന്നാൽ ഈ നിലവിളി കേട്ട് യേശു ഒരു വാക്കും പറയുന്നില്ല. എന്നാൽ ശിഷ്യന്മാർ യേശുവിനോട് അപേക്ഷിക്കുകയാണ്. അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അപേക്ഷിച്ചു. അവരും പ്രാർത്ഥിച്ചു. നിലവിളിയോടുകൂടിയ പെർസിസ്റ്റൻസ് ഇൻ പ്രയർ. ആ പ്രാർത്ഥന കേട്ടിട്ട് അവരും യേശുവിനോട് അപേക്ഷിച്ചു. യേശു ഇവർക്ക് രണ്ടു കൂട്ടർക്കും ചേർന്ന മറുപടി നൽകുന്നു. ശിഷ്യന്മാർക്കും ഈ സ്ത്രീക്കും ചേർത്ത് ഒരു മറുപടി. ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതായ ആടുകളുടെ അടുക്കിലേക്ക് അല്ലാതെ എന്നെ അയച്ചിട്ടില്ല. ഇവിടെ ശിഷ്യന്മാർ ഉത്തരം മുട്ടി. അത് മാത്രമല്ല, മത്തായി സുവിശേഷം 10:5 യേശുക്രിസ്തു ശിഷ്യന്മാരെ സുവിശേഷീകരണത്തിന് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത്, ആ വസ്തുത അവരുടെ ഓർമ്മയിൽ വന്നിരിക്കാം. ശമരുടെ അടുക്കൽ പോകാതെയും ശമരയുടെ പട്ടണങ്ങളിൽ കിടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതായ ആടുകളുടെ അടുക്കൽ ചെല്ലുവിൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ശമര്യർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ജാതികൾ എന്ന് നമുക്ക് ചിന്തിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ജനങ്ങളുടെ അടുക്കലേക്ക് അല്ലാതെ മറ്റാരുടെ അടുക്കലേക്കും പോകരുതെന്ന് യേശുക്രിസ്തു നിഷ്കർഷിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ യേശുവിനോട് ഈ രോഗിയുടെ സൗഖ്യത്തിനു വേണ്ടി പ്ലീഡ് ചെയ്യുവാൻ, അപേക്ഷിക്കുവാനായി ശിഷ്യന്മാർക്ക് സാധിച്ചില്ല എന്ന് നമുക്ക് ചിന്തിക്കാം. ഈ അവസരം ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശ്വാസത്തിൻ്റെ ഒരു പരീക്ഷയും സുവിശേഷീകരണത്തിൻ്റെ പുതിയ വീക്ഷണവും യേശു കൊടുക്കുവാനായി ശ്രമിക്കുന്നു എന്ന് ഈ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് വായിച്ചെടുക്കാം. ഇപ്പോൾ യേശുക്രിസ്തു ഇവിടെ എത്തിയിരിക്കുന്നത് ഈ ജാതിയിൽപ്പെട്ട സ്ത്രീയുമായി സംസാരിക്കുന്ന ഈ സാഹചര്യം ലഭ്യമായിരിക്കുന്ന സ്ഥലം വളരെ പ്രശസ്തി ആർജിച്ച ഒരു സ്ഥലമാണ്. ഇംഗ്ലീഷിൽ ടയർ എന്നും മലയാളത്തിൽ സോർ, സിദോൻ, തെക്കൻ ഫെനീഷ്യയിലാണ് സംഭവം. അവിടെ എലിശാ പ്രവാചകൻ പ്രവചന ശുശ്രൂഷ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഈ പ്രദേശം അക്ഷരമാല കണ്ടുപിടിച്ച സംസ്കാരത്തിന്റെ ഭാഗമാണ്. പെപ്രസ് ചെടി ഈജിപ്തിൽ നിന്ന് ഇവിടെ ഇറക്കുമതി ചെയ്ത് എഴുതുവാനുള്ള സാമഗ്രി ഉണ്ടാക്കിയിരുന്ന ആ സ്ഥലം. ഈ പെപ്പറസിൽ നിന്നാണ് പിൽക്കാലത്ത് പേപ്പർ എന്ന് ഉണ്ടായതെന്ന് നാം വായിക്കുന്നു. മാത്രമല്ല, ടൈർ എന്ന് പറയുന്നത് ഒരു തുറമുഖ പട്ടണവും കൂടിയാണ്. ആ സ്ഥലത്താണ് യേശുവും വിജാതീയ സ്ത്രീയുമായി സമ്പർക്കം നടത്തിയത്. മാത്രമല്ല, നാം ഏതോസ്തവം വായിക്കുമ്പോൾ ജാതികൾ സഭയിലോട്ട് പ്രവേശിച്ചപ്പോൾ പലതരത്തിലുള്ള തർക്കങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി. നമുക്കറിയാം, അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം വായിക്കുമ്പോഴും 11 വായിക്കുമ്പോഴും 15-ാം അധ്യായം വായിക്കുമ്പോഴും ഒക്കെയും ഇവരെ എങ്ങനെ സഭയിൽ ഉൾക്കൊള്ളാൻ കഴിയും? കൊർന്നല്യോസും പൗലുസും തമ്മിലുള്ള ആ ഡിബേറ്റുള്ള ദർശനത്തിലൂടെ വംശീയ പ്രശ്നം സോൾവ് ചെയ്യാനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശ്രമിക്കുകയാണ്. അപ്പൊ ഇസ്രായേൽ ജനങ്ങളുടെ മധ്യത്തിൽ ഈ വംശീയ പ്രശ്നം പ്രബലമായിരുന്നപ്പോ യേശുക്രിസ്തു ആ പ്രശ്നത്തെ പരിഹരിക്കുവാൻ കൂടെ ശ്രമിക്കുന്നതായി നാം വായിക്കുന്നു. ഈ വേദഭാഗം പറയുന്നതിന് മുമ്പായി മത്തായി സുവിശേഷം 15-ാം അധ്യായം 10 മുതൽ 20 വരെയും മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 1 മുതൽ 19 വരെയും എന്താണ് ശുദ്ധീകരണം, ആന്തരിക ശുദ്ധി എന്താണ്, എങ്ങനെയാണ് ശുദ്ധീകരിക്കപ്പെടേണ്ടെന്നുള്ള വസ്തുത യേശുക്രിസ്തു വിവരിച്ചതിന് ശേഷമാണ് പ്രസ്തുത ഭാഗം സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടും പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് ഈ ഭാഗം. മർക്കോസിന്റെ സുവിശേഷത്തിന്റെ ആദ്യ വായനയിൽ ഇത് നമുക്കൊരു കഥയായി തോന്നാമെങ്കിലും പിന്നീട് ചിന്തിക്കുമ്പോൾ മർക്കോസിന്റെ ക്രിസ്തു ദർശനം, ക്രിസ്റ്റോളജി ഓഫ് മാർക്ക് എന്താണെന്ന് വെളിപ്പെട്ടു വരുന്നു. 5 കാര്യങ്ങളിൽ ഈ സ്ത്രീ പ്രാന്തവൽക്കരിക്കപ്പെട്ടവരാണ്. യഹൂദർക്ക് ഒരു കാരണവശാലും കാണുവാനോ സംഭാഷണം നടത്തുവാനോ പാടില്ലാത്ത ഒരു വർഗമാണ് ഈ വർഗം. എന്തെല്ലാമാണ് ഈ 5 കാര്യങ്ങൾ? സ്ത്രീ ആയതിനാൽ ലിംഗവ്യത്യാസത്തിലും ദേശീയതയിൽ അന്യനാട്ടുകാരി, വിദേശി എന്ന നിലയിലും മേൽക്കോമായിൽ
കീഴാള വംശം എന്ന നിലയിലും, മതപരമായി നോക്കിയാൽ പ്രാന്തമതത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായും, പാഗൻ ആ ഭാഗമായും, ഭാഷ നോക്കിയാൽ അന്യഭാഷാപരമായും ഒക്കെ വേർതിരിക്കപ്പെട്ട സ്ഥലം, ഭാഷ, മതം, വംശം, ലിംഗം ഈ കാര്യങ്ങളാൽ ത്യജിക്കപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ തൻ്റെ മകളുടെ സൗഖ്യത്തിൻ്റെ അഭ്യർത്ഥനയുമായി, പ്രാർത്ഥനയുമായി വരുന്നു. ഈ സംഭവം വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളയുന്ന ക്രിസ്തുവിൻ്റെ പ്രവൃത്തി വ്യക്തമാക്കുന്ന ഒന്ന് തന്നെയാണ്. നിലവിളിച്ചും കാൽക്കൽ വീണും തൻ്റെ മകളിൽ ബാധിച്ചിരിക്കുന്ന ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ ആവശ്യപ്പെട്ടപ്പോൾ യേശുവിൻ്റെ മറുപടി അവളെ നിരുത്സാഹപ്പെടുത്തുന്നതാണ് എന്ന് നാം ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്നു. മത്തായി സുവിശേഷത്തിൽ പറയുന്നു, മത്തായിയുടെ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. എന്നാൽ മർക്കോസ് രേഖപ്പെടുത്തുവാൻ പറയുന്നു, മുൻപേ മക്കൾക്ക് തൃപ്തി വരട്ടെ, മക്കളുടെ അപ്പമെടുത്ത് ചെറുനായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. ആദ്യം മക്കൾ ഭക്ഷിച്ച് തൃപ്തരാകട്ടെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. മക്കൾക്കുള്ള അപ്പം എടുത്ത് ചെറുനായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് ശരിയല്ല. യഹൂദരെ ആടുകളായും വിജാതീയരെ പട്ടികളായും ചിത്രീകരിച്ചിരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. പല യഹൂദ എഴുത്തുകാരും ഈ ശൈലി ഉപയോഗിച്ചിരുന്നു. മാത്രമല്ല, ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഈ ജാതിയെ സംബന്ധിച്ചിടത്തോളം അവർ പീപ്പിൾ ഓഫ് ദ ലാൻഡ്, പീപ്പിൾ ഓഫ് ദ എർത്ത്, അവർ ഭൂമിയുടെ മക്കളാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ദ പീപ്പിൾ ഓഫ് ഹെവൻ. ഏത് രീതിയിലും അവര് ത്യജിക്കപ്പെട്ടവരാണ്. പക്ഷെ ഈ വേദഭാഗം വായിക്കുമ്പോൾ മറ്റൊരർത്ഥമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് തെരുവ് നായക എന്ന അർത്ഥത്തിൽ ഉദ്ദേശിച്ചല്ല. ഇത് യജമാനന്റെ വീട്ടിൽ വളർത്തുന്ന പപ്പീസ് ആണ്. ഭക്ഷണത്തിൽ മിച്ചം വരുന്നതും കരത്തിൽ നിന്ന് മേശയ്ക്ക് കീഴേ വീഴുന്നതും തിന്നാൻ അവകാശം ഈ വളർത്തുമൃഗത്തിനാണ്. അത്തരത്തിലുള്ള ധാർമ്മികതയെ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരാനായി അവൾ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഈ സ്ത്രീ പറഞ്ഞു, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ. ഈ ഉത്തരം മർക്കോസും മത്തായിയും രേഖപ്പെടുത്തുന്നുണ്ട്. ആദ്യം മക്കൾക്ക് എന്ന് പറയുമ്പോൾ പിന്നെ ആരോ അവശേഷിക്കുന്നു എന്ന ധ്വനി ഈ വാക്കുകളിൽ നിന്ന് നാം ഗ്രഹിക്കേണ്ടതാണ്. റോമാലേഖനം 1:16 പറയുന്നത് പോലെ, വിശ്വസിക്കുന്ന ഏവനും ആദ്യ യഹൂദനും പിന്നെ യവനനും എന്നുള്ള ആ കാഴ്ചയുടെ പൗർസ്യം ലഭിച്ച ഉൾക്കാഴ്ചയുടെ ആരംഭം ഇതാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പരുഷമായി യേശുക്രിസ്തു മറുപടി പറഞ്ഞു എന്ന് തോന്നുന്നുവെങ്കിലും അവൾ തോറ്റുകൊടുക്കുന്നില്ല. ധാർഷ്ട്യം തീരെയില്ല. അവൾ പരിഭവം കൂടാതെ അവളുടെ അവകാശം ചോദിക്കുന്നു. മാത്രമല്ല, യേശു അപ്പമാണെന്ന് പ്രഖ്യാപിക്കുമ്പോൾ ആ അപ്പത്തിന്റെ അംഗീകാരം അവളുടെ വിശ്വാസത്തിന്റെ ഏറ്റുപറച്ചിലിൽ അല്ലെങ്കിൽ അവളുടെ അപേക്ഷയിൽ നമുക്ക് ഗ്രഹിക്കാനായി കഴിയും. അതിനായി അവൾ യാചിക്കുന്നു. മത്തായി സുവിശേഷം 14:21 പത്രോസിന്റെ അല്പവിശ്വാസത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഈ 15-28 വരുമ്പോൾ ഈ കനാന്യ സ്ത്രീയുടെ ആ വിശ്വാസം കണ്ടിട്ട് യേശു പറയുന്നു, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന്. മർക്കോസ് സുവിശേഷം 7:29 ഈ വാക്ക് നിമിത്തം പെക്കൊള്ളുക എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവളുടെ വിശ്വാസത്തെക്കുറിച്ച് മത്തായി ഉറപ്പിച്ച് പറയുമ്പോൾ ഇവളുടെ വാക്കുകളെ കുറിച്ച്, ഇവൾ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിച്ച വാക്കുകൾ, ഇവള് ഉപയോഗിച്ച വാക്കുകൾ, ഹിസ്കിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ഉപയോഗിച്ച വാക്കുകൾ, സങ്കീർത്തനക്കാരൻ നിഷ്ഠയോടുകൂടി പ്രാർത്ഥനാ നിർഭരമായി ജീവിക്കുമെന്ന്
പറഞ്ഞപ്പോൾ അവൻ ഉപയോഗിച്ച വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് ചിലപ്പോൾ നമുക്ക് പരിശുദ്ധ ആത്മ പ്രേരണ തരും. ഒരു പ്രതീക്ഷയുമില്ല എന്ന് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രതീക്ഷ തരികയും നമ്മെ കൊണ്ട് പ്രേരിപ്പിക്കുകയും പ്രാർത്ഥിപ്പിക്കുകയും ചെയ്യുന്ന വാക്കുകൾ. യോബിനത് ലഭ്യമായിരുന്നു. അന്ന് ഞാൻ ദൈവത്തെ കാണും, എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തെ കാണും. വാക്കുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ സ്ത്രീയുടെ വിശ്വാസം, അവളുടെ പ്രാർത്ഥന, നിർബന്ധ ബുദ്ധിയുള്ള പ്രാർത്ഥന, ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള അവളുടെ പ്രാർത്ഥന, അതിന് ഫലമുണ്ടായി എന്ന് നാം അറിയുന്നു. 2 പാഠങ്ങൾ നമുക്ക് ഈ ഭാഗത്തു നിന്ന് പഠിക്കുവാനുണ്ട്. ഒന്ന്, രക്ഷ സാർവത്രികമാണ്. 2, ദൈവത്തിന് മുഖപക്ഷമില്ല. എവിടെയാണോ ആരാണോ വിശ്വാസത്തോടു കൂടി അടുത്ത് വരുന്നത് അവനെ സ്വീകരിപ്പാൻ യേശു തയ്യാറാണ്. ആരും വിശ്വാസത്തോടു കൂടി അടുത്ത് വന്നവരാരും യേശുവിന്റെ മുമ്പിൽ നിന്ന് നിരാശരായി പോയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. വചനം വാചാലമാണ്. ഹോമർ പറയുകയാണ്, possessive speech, more possessive silence that spoke, and eloquence of eyes. Persuasive speech, പ്രേരിക്കപ്പെടുന്ന വാക്കുകൾ. more persuasive sighs, കൂടുതൽ നിർബന്ധിക്കുന്ന നെടുവീർപ്പുകൾ. സൈലൻസ് ദാറ്റ് സ്പോക്സ്, സംസാരിക്കുന്ന നിശബ്ദത. മത്തായി സുവിശേഷത്തിൽ യേശു ഒന്നും മിണ്ടിയില്ല, സംസാരിച്ചില്ല എന്നാണ് പറയുന്നത്. എലോക്കൻസ് ഓഫ് ഐസ്, കണ്ണുകളുടെ വാചാലത. ഇതൊക്കെയും ശക്തി പകരുന്ന ഒന്ന് തന്നെയാണ്. യേശുവിൻ്റെയും പ്രത്യേകിച്ച് ഈ കനാന്യ സ്ത്രീയുടെയും വിശ്വാസം, യേശുവിൻ്റെ പ്രവൃത്തി, ഇതൊക്കെ കാണുമ്പോൾ ഹോമറുടെ ഈ വാക്കുകൾ ശരിയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരേ ഒരു ലക്ഷ്യം അവൾക്കുണ്ടായിരുന്നു, അവളുടെ മകൾക്ക് സൗഖ്യം കിട്ടണം. അതിന് ഏതറ്റം വരെയും പോകുവാൻ അവൾ ഒരുങ്ങിയിരുന്നു. അത് ഒരേ ഒരു മാർഗം അവൾ കണ്ടെത്തി, യേശുവിലുള്ള വിശ്വാസം. അതിന് ഏത് പരീക്ഷയും സഹിക്കുവാൻ അവൾ സന്നദ്ധയായി. അങ്ങനെ അവൾ അചഞ്ചലമായ വിശ്വാസത്തിൽ സഞ്ചരിച്ചപ്പോൾ അവൾക്ക് ലക്ഷ്യപ്രാപ്തിയിലെത്തുവാനായി സാധിച്ചു. പലപ്പോഴും ഇത്തരത്തിലുള്ള അശക്തരാണെന്ന് നമ്മൾ ചിന്തിക്കുന്ന വ്യക്തികളുടെ വിശ്വാസം, അവിടെ പ്രാർത്ഥന, അവിടെ തീരുമാനം, പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്ന നല്ല വിശ്വാസികളെന്ന് തോന്നുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന നമുക്ക് ഒരു ഗുണപാഠമായിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഈ ഗുണപാഠം നമ്മെ പഠിപ്പിക്കുന്നു. മടുത്തുപോകാതെ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, പ്രാർത്ഥന ഞങ്ങളുടെ അവകാശമാണ്. അതിനെ ഞങ്ങൾക്ക് നിർബന്ധതയുണ്ടായിരിക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏത് പ്രതിസന്ധി വന്നാലും ഈ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ മാറുകയില്ല എന്ന് ഉറപ്പുള്ളവരായിരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂശിൽ വേദന കൊണ്ട് പിടഞ്ഞപ്പോഴും പ്രാർത്ഥന നിർഭരമായിരുന്നു അങ്ങ്. ആ വാക്കുകൾ ഇന്നും ഞങ്ങൾക്ക് ശക്തി പകരുന്ന ഒന്നാണ്. കർത്താവെ, അന്യജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വിശ്വാസത്തോടുകൂടി വന്നു. യേശു ആരാണെന്നറിഞ്ഞു. കാൽക്കൽ വീണു, സാഷ്ടാംഗം നമസ്കരിച്ചു, നിലവിളിച്ചു. പിന്നിലോട്ട് പോകേണ്ടതായ ഫോഴ്സ്, കർത്താവെ, അങ്ങനെയുള്ള വാക്കുകൾ അവൾ പ്രാരംഭത്തിൽ കേട്ടുവെങ്കിലും അവൾ ശക്തിപ്പെട്ടു. അതിൽ അവൾ ശക്തി കണ്ടെത്തി. യേശുവിൻ്റെ വാക്കുകളും
നോട്ടവും പ്രവൃത്തിയുമൊക്കെ അതിനെ സഹായിച്ചു. അവസാനം വിശ്വാസത്തിൽ അവൾ ജയിച്ചു. കർത്താവേ, അവളുടെ വാക്കുകൾ, മൊഴികൾ വളരെ ശക്തിയുള്ളതായിരുന്നു. ഇത് ഞങ്ങൾക്ക് ഒരു ഗുണപാഠമാണ് കർത്താവേ. അങ്ങേക്ക് മുഖപക്ഷമില്ല. അങ്ങയുടെ അടുക്കൽ വരുന്നവരങ്ങ് തള്ളിക്കളയില്ല. ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം പറയുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യണം. ഈ നാളുകളിൽ മുക്തിപ്പായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ കവാടം ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തരണമേ കർത്താവേ. ചെവി ഞങ്ങൾക്ക് വേണ്ടി ചായ്ച്ചിരയണമേ. പ്രാർത്ഥന കേൾക്കാൻ കഴിയാതെ വണ്ണം അവിടുത്തെ കാത് മന്ദമായി പോയില്ല എന്ന് ഞങ്ങൾ ഓർക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തെയും സൃഷ്ടിച്ചതായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ ഏകകർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ സർവ്വലോകങ്ങൾക്കും മുമ്പേ തന്റെ പിതാവിൽ ജനിപ്പിക്കപ്പെട്ടവൻ, ദൈവത്തിൽ നിന്ന് ദൈവം, പ്രകാശത്തിൽ നിന്ന് പ്രകാശം, സത്യത്തിൽ നിന്ന് സത്യം, ജനിപ്പിക്കപ്പെട്ടവൻ, ഉണ്ടാക്കപ്പെട്ടവനല്ല. പിതാവിന്റെ ഏകത്വമുള്ളവൻ, അവനാണ് സർവ്വമുണ്ടായി. അവൻ മനുഷ്യനായ നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയയിൽ അവതരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ കഷ്ടപ്പെട്ടു, അടക്കപ്പെട്ടു. തിരുവെഴുത്തിൽ പ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു. സ്വർഗ്ഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിക്കാൻ മഹത്വത്തോടെ വീണ്ടും വരും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. കർത്താവ് ജീവിപ്പിക്കുന്നവനും പിതാവിനും പുത്രനും കൊടുക്കുന്നവനും പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകന്മാരുടെ വിശ്വസിക്കുന്നു. കാത്തോലിക്ക അപ്പോസ്തലികമായ ഏകസഭയിൽ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകബപ്തിസ്മയെ ഞാൻ അനുസരിക്കുന്നു. മരിച്ചവരുടെ സ്ഥാനത്തിനും വരുവാനുള്ള ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാത സമയത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും പ്രാവശ്യം കൂടെ ദിവസത്തിലേക്ക് കടന്നു വന്ന് നീ ആരാധിക്കാനുള്ള അവസരം തന്നതിനാൽ നന്ദി കരയേറ്റുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെ ക്ഷേമമായി കാത്തു പരിപാലിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ആലയത്തിലുള്ള എല്ലാ കുടുംബങ്ങളെയും വ്യക്തികളെയും തിരുസനിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അച്ഛനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അച്ഛന് വേണ്ടുന്നതായ സുഖവും ബലവും ആരോഗ്യവും നൽകി ഈ ശുശ്രൂഷ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ദൈവമേ, ആലയത്തിലുള്ള ആവശ്യഭാരത്തോടുകൂടെ ഇരിക്കുന്ന എല്ലാവരെയും തിരുസനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറ്റു പലവിധമായ പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലായിരിക്കുന്നവരെ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടുന്നതായ സുഖവും ബലവും ആരോഗ്യവും നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് സമാധാനം നൽകണമേ എന്ന് അപേക്ഷിക്കുന്നു. നല്ല വിദ്യാഭ്യാസം ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദിവസത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവര് കർത്താവ് ഈ വർഷം അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട വർഷമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഓരോ കുഞ്ഞുങ്ങളും നല്ല മാർക്കോടുകൂടെ വിജയം കണ്ടെത്തുവാനായിട്ട് അവിടുന്ന് സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ആലയത്തിന്റെ പ്രോജക്റ്റ് ദൈവസനിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി വന്ന് അങ്ങേ ആരാധിക്കുവാനുള്ള അവസരം തരണമേ. കർത്താവെ, എത്രയും വേഗം ഞങ്ങളുടെ ആലയത്തിന്റെ പണി വീണ്ടും തുടങ്ങുവാനും പൂർത്തീകരിക്കുവാനുള്ള അവസരം ഞങ്ങൾക്ക് ഒരുക്കി തരണമേ എന്ന് അപേക്ഷിക്കുന്നു. അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു ഞങ്ങളുടെ കമ്മിറ്റി മെമ്പേഴ്സിനെയും ബിൽഡിംഗ് കമ്മിറ്റി മെമ്പേഴ്സിനെയും ദിവസത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ എല്ലാ സംഘടനകളെയും ദിവസത്തിലേക്ക് സമർപ്പിക്കുന്നു. ഫയർ ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യൂത്ത് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ഓരോ ടീച്ചേഴ്സിനെയും അവരുടെ കുടുംബങ്ങളെയും ദിവസത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിമൻസ് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ ദൈവസന്നിധിയിൽ നീതിയുള്ളവയായി തീരുവാനിടയാക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. 14 പുറത്തുള്ള രണ്ടാമത്തെ ലിത്താനി ഓരോ അപേക്ഷയുടെയും പിന്നാലെ കർത്താവെ കരുണയുണ്ടാകണമേ എന്ന് ചൊല്ലാം.
മേലിൽ നിന്നുള്ള സമാധാനത്തിന് വേണ്ടിയും നമ്മുടെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. ലോക സമാധാനത്തിന് വേണ്ടിയും ദൈവത്തിന്റെ വിശുദ്ധ സഭയുടെ ക്ഷേമത്തിനു വേണ്ടിയും സകല മനുഷ്യരുടെയും ഐക്യത്തിനു വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. സഭാമേലധ്യക്ഷന്മാർക്ക് വേണ്ടിയും എല്ലാ ശുശ്രൂഷകന്മാർക്ക് വേണ്ടിയും വിശേഷാൽ നമ്മുടെ മോഡറേറ്റർക്ക് വേണ്ടിയും ഉത്തരേന്ത്യ സഭയുടെ മോഡറേറ്റർക്ക് വേണ്ടിയും മാർത്തോമാ സഭയുടെ മെത്രോപോലിത്തയ്ക്ക് വേണ്ടിയും നമ്മുടെ ബിഷപ്പിന് വേണ്ടിയും അവർ ശുദ്ധഹൃദയത്തോടും നല്ല മനസാക്ഷിയോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷയെ നിവർത്തിക്കേണ്ടതിന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. നമ്മുടെ രാജ്യത്തെ എല്ലാ ഭരണകർത്താക്കൾക്ക് വേണ്ടിയും അധികാരത്തിലുള്ള മറ്റെല്ലാവർക്കും വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. രോഗികൾക്കും കഷ്ടപ്പെടുന്നവർക്കും ദുഃഖിതർക്കും മരിക്കാറായവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. അഗതികൾക്കും വിശന്നിരിക്കുന്നവർക്കും അനാഥർക്കും വിധവമാർക്കും പീഡ അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമുക്ക് വേണ്ടിയും ക്രിസ്തുവിന്റെ നാമം ഏറ്റുപറയുന്ന ഏവർക്ക് വേണ്ടിയും നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. ഈ ഭൂമിയിൽ ദൈവത്തെ സേവിച്ച് ഇപ്പോൾ വിശ്രമിക്കുന്ന എല്ലാ ദൈവകൃത്യന്മാരോടും കൂടെ തന്റെ അന്തമില്ലാത്ത സന്തോഷത്തിന്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുന്നതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ കരുണയുണ്ടാകണമേ. സകലജ്ഞാനത്തിന്റെ ഉറവയാകുന്ന ദൈവമേ, ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ ഗ്രഹിച്ചിരിക്കുന്നു. ചോദിക്കുന്നതിനുള്ള ഞങ്ങളുടെ അജ്ഞതയും നീ അറിയുന്നു. ഞങ്ങളുടെ അയോഗ്യത മൂലം പല കാര്യങ്ങളും നിന്നോട് ചോദിപ്പാൻ ഞങ്ങൾ തുനിയുന്നില്ല. ഞങ്ങളുടെ അന്ധത മൂലം പല ആവശ്യങ്ങളും തിരുമുമ്പാകെ സമർപ്പിക്കാൻ കഴിയുന്നതുമില്ല. എന്നാൽ ഞങ്ങളുടെ ബലഹീനതകളിൽ മനസ്സലിവുണ്ടായി ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യോഗ്യത മൂലം ഞങ്ങൾക്ക് തരുവാൻ ഇഷ്ടമുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. Glory be to God. Welcome one and all in the precious name of our Lord and Savior, Jesus Christ. This week, Holy Communion will be celebrated at my residence at 10 a.m. today. May I invite one and all to partake in this Lord's table. Let us utilize this opportunity, the limited opportunity that we are getting for our church fellowship. Once again, I invite one and all to partake at the Lord's table this week. Continue to uphold our church building project in your prayers, as the resolution to the problems is sometime away from now. We need to pray harder and earnestly. Also, request your prayers for all the elderly and sick in our church congregation, O Lord. Especially pray for Achan's beloved son as well, for his quick and fast recovery. Thank you for all the contributions that are coming towards the clearance of your dues. Continue to keep them outstanding to the minimum as possible. Thank you, Achan, Raju and family, for helping us put together this worship. God bless us all. Thank you. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്കിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. വിശ്വാസത്തോടുകൂടി നമുക്ക് വീണ്ടും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരാം. കർത്താവിൽ നിന്നുള്ള ആശീർവാദം നമുക്ക് കൈക്കൊള്ളാം. ദൈവത്തിൻ്റെ കരുണയുള്ള കൃപയിലും കാവലിലും ഞങ്ങൾ നിങ്ങളെ ഭരമേൽപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നമ്മോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നമ്മുടെ മേൽ ഉയർത്തി നമുക്കെല്ലാവർക്കും സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ഉണ്ടായി
നാം എല്ലാവരോടും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.